എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രി വരെ മഴയുണ്ടെങ്കിലും ഇന്ന് പുലർച്ചെ മഴയ്ക്ക് നല്ല രീതിയിൽ തന്നെ ശമനമുണ്ടെന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ്, അതുപോലെ തന്നെ അംഗനവാടി, ട്യൂഷൻ സെൻ്ററുകൾക്കും ഒക്കെയും അവധി ബാധകമാണ്. പക്ഷേ ഇന്നലെ തന്നെ ഈ കനത്ത മഴ തുടരുന്നത് കൊണ്ട് തന്നെ ഈ മലങ്കര ഡാം, ഭൂതത്താൻകെട്ട് ഡാം തുടങ്ങി വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിരുന്നു. മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നതുകൊണ്ട് തന്നെ ഈ തൊടുപുഴ, മൂവാറ്റുപുഴ, പെരിയാർ തീരങ്ങളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആലുവ ശിവക്ഷേത്രത്തിലാണ്. ഈ ശിവക്ഷേത്രം മുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്നലെ ഇതിലും വെള്ളമുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. മഴ കുറഞ്ഞിരിക്കുകയാണ്. ഇന്ന് തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണുള്ളത്. ഇന്ന് ഈ ഐതിഹ്യപ്രകാരമാണെങ്കിൽ ആലുവ തേവരുടെ ആറാട്ടാണ്. ഈ വർഷത്തെ രണ്ടാമത്തെ ആറാട്ടാണിത്. ഈ ബലിപ്പുര അടക്കം മുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബലിതർപ്പണം ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വശത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ ഏകദേശം 6ഓളം ക്യാമ്പുകൾ വിവിധ പ്രദേശങ്ങളിലായിട്ട് തുറന്നിരുന്നു. ചെറിയ കടവ്, കുറ്റിക്കാട്ടുകര, മൂവാറ്റുപുഴയിലെ വാഴപ്പള്ളി, പറവൂരിലെ കുന്നുകര, അതുപോലെ തന്നെ ഏരൂരിൽ 2 ക്യാമ്പ് തുടങ്ങി 6 ക്യാമ്പുകളോളം തന്നെ ഇന്നലെ തുറന്നിരുന്നു. ഏകദേശം 25ലധികം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയുണ്ടായി. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, മണികണ്ഠ ചാൽച്ചപ്പാത്തിൽ ഒഴുക്കിൽപ്പെട്ട് ഒരാളെ ഇന്നലെ കാണാതായിരുന്നു. ഒരു സ്വകാര്യ ബസ്സിൻ്റെ ഡ്രൈവറായിരുന്ന ബിജുവിനെയാണ് കാണാതായത്. ഇന്ന് 3ാം ദിവസമാണ്. അദ്ദേഹത്തെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഇന്നലെ ഫയർഫോഴ്സിൻ്റെ സ്ക്യൂബ സംഘം, അതോടൊപ്പം തന്നെ നാവികസേന അടക്കമുള്ള ആളുകളെത്തി തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇതുവരെയും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല. ഇന്നും തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മഴ മാറി നിൽക്കുന്നത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. വെള്ളം കയറിയ പ്രദേശത്തെല്ലാം ഈ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുമുണ്ട്.